സമസ്ത കേരള ജമീയത്തുൽ ഉലമക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കൊക്കെ പ്രവർത്തിക്കുക. അതിനെതിരിൽ എപ്പോഴും ഫിത്തനകളൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ ലോകത്തിൻ്റെ സ്വഭാവം? അങ്ങനെയല്ലേ? അത് ഫിത്തന പല ജാതി ഫിത്തനത്തൊക്കെ മൗജിൽ ബഹർ എന്ന് പറഞ്ഞില്ലേ, സമുദ്ര തിരമാലകൾ അലടിച്ച് ആർത്തിരമ്പി വരുന്നത് പോലെ ഒന്നിന് പുറകെ ഒന്നായിക്കൊണ്ട് ഫിത്തനകൾ ഉണ്ടായിത്തീരും. ഫിത്തനത്തുൽ അഹ്ലാസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. ഒരു കാലത്തും വിട്ടുവീഴാത്തതായ ഫിത്തനകൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമുക്കുള്ള ഊർജ്ജം നഷ്ടപ്പെടാൻ പാടില്ല, നമ്മൾ ആവേശം നഷ്ടപ്പെടാൻ പാടില്ല. ശക്തമായ നിലക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതിൻ്റെ പോഷക സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിനെതിൽ വരുന്നതായ എന്ത് വിമർശനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ത്വരപ്പം പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കുന്നതായ അവസ്ഥയോടുകൂടി നമ്മൾ തള്ളിക്കളയണം. എന്താ ഒരു മദ്രസ മാനേജ്മെന്റിന്റെ പുതിയൊരു സർക്കുലർ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കണം. ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടന